Hi dear friends, welcome to the online class arranged for the 10th standard by Triads Academy. As you know, I am Sachin and I am here to teach you English. In the previous classes we discussed about a short story written by Waikem Muhammad Bashir called The Snake and the Mirror, and we discussed about a homeopath and his small rented house and his pathetic condition. We know what happened to him. While he was sitting on a chair, a snake fell from the roof and it wriggled over the chair and landed on his shoulder, and he is in such a pathetic condition. He is fighting between life and death. That's the situation there. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തിൽ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് പഠിച്ചത്. അതിലൊരു ഹോമിയോപ്പത്തുണ്ട്, നിങ്ങൾക്കറിയാം. ഹോമിയോപ്പത്ത് തൻ്റെ വാടക വീട്ടിലേക്ക് വരികയും അവിടെ രാത്രി 10 മണി കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വന്ന ഡോക്ടറിനുണ്ടായ ദുരനുഭവം, കസേരയിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊരു പാമ്പും താഴെ വീഴുകയും അത് തൻ്റെ തോളിൽ ചുറ്റി കയറുകയും അനങ്ങാൻ കഴിയാതെ സഹായത്തിന് ആരുമില്ലാതെ ആ അർദ്ധരാത്രി കഴിക്കാൻ ഒരു മരുന്ന് പോലും ഇല്ലാതെ ഡോക്ടർ ആ പാമ്പിനെ തോളിലിരുത്തി പത്തി വിടർത്തിയിരിക്കുന്ന ആ പാമ്പിൻ്റെ മുഖത്തോട് മുഖം നോക്കി ഡോക്ടർ അങ്ങനെ ഇരിക്കുവാണ് സാഹചര്യം. നമ്മൾ നിർത്തിയത് ഡോക്ടർ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ എന്നെ ഈ പാമ്പ് ഇപ്പോൾ കൊത്തിക്കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാനായിട്ട് ഒരു മരുന്ന് പോലും ഇവിടെ ഇല്ല. എല്ലാവരെയും മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്നിപ്പം ഈ പാമ്പിൻ്റെ കൊത്തി ഞാനിവിടെ വീണാൽ എന്നെ രക്ഷിക്കാനായിട്ട് ഒരാളോ കഴിക്കാൻ മരുന്നോ ഇല്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോവത്തേ ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ നിസ്സഹായമായ അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് സ്വയം എന്നോട് സഹതാപം തോന്നി. ഞാൻ അറിയാതെ ഒന്ന് ചിരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇനി പേജ് നമ്പർ 26, പാരഗ്രാഫ് നമ്പർ 16. It seemed as if God appreciated that. എനിക്ക് തോന്നുന്നു ഞാൻ ചിരിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എൻ്റെ ആ ചിരി ദൈവത്തിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ദി സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. അർത്ഥം എന്താണ്? ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. എൻ്റെ ഇത്രയും നേരം എന്നെ ഫേസ് ചെയ്തിരുന്ന ആ പാമ്പ് തൻ്റെ തല പതിയെ തിരിച്ചു. It looked into the mirror and saw its reflection. It looked into the mirror. ആ പാമ്പ് എങ്ങോട്ടേക്ക് നോക്കി? എൻ്റെ മേശപ്പുറത്ത് വച്ചിരിക്കുന്ന കണ്ണാടിയിലേക്ക് ആ പാമ്പ് നോക്കിയപ്പോൾ എന്തത് കണ്ടു? And saw its reflection. ആ കണ്ണാടിയിൽ തൻ്റെ റിഫ്ലക്ഷൻ, പ്രതിബിംബം ആ പാമ്പ് കണ്ടു. I do not claim that it was the first snake that had ever looked into a mirror. ഞാൻ അവകാശപ്പെടുന്നില്ല ആ കണ്ണാടിയിൽ നോക്കുന്ന ആദ്യത്തെ പാമ്പാണിത് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ but it was certain that the snake was looking into the mirror. പക്ഷെ ഉറപ്പായിട്ടും ആ പാമ്പ് കണ്ണാടിയിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ആദ്യമായിട്ട് കണ്ണാടി നോക്കുന്ന പാമ്പെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ തോളിൽ നിന്ന് തലതിരിച്ച ആ പാമ്പ് ആ കണ്ണാടിയിലേക്ക് നോക്കിയിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ കണ്ട്, അതിൻ്റെ പ്രതിബിംബം കണ്ട് ആ പാമ്പ് കണ്ണാടിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഞാൻ അനങ്ങാതെ ഇരുന്നു. പാമ്പ് തലതിരിച്ച് കണ്ണാടിയിലേക്ക് നോക്കിയിരുന്നു. Was it admiring its own beauty? ഡോക്ടർ മനസ്സിൽ ചോദിക്കുകയാണ് സംശയം. Was it admiring its own beauty? അത് അതിൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നോ? അറിയില്ല. കണ്ണാടിയിൽ നോക്കിയപ്പോഴത്തേക്കും തൻ്റെ പ്രതിബിംബം കണ്ടു. അപ്പോൾ പാമ്പ് ഒരുപക്ഷെ ഇത്രയും നേരം ഞാൻ ഈ പാമ്പിൻ്റെ തോളിൽ വീഴുന്നത് വരയ്ക്കും ഞാൻ കണ്ണാടി നോക്കി എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ആലോചിച്ചും ചിന്തിച്ചുകൊണ്ടും ഇരിക്കുമായിരുന്നു. ഒരുപക്ഷെ ഈ പാമ്പ് അതിൻ്റെ സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണോ? എനിക്ക് സംശയം തോന്നി. Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? എനിക്ക് സംശയം തോന്നുകയാണ്. എന്താണ് ഡോക്ടർ ചോദിക്കുന്നത്? Was it trying to make an important decision about growing a mustache? നേരത്തെ ഞാൻ ചിന്തിച്ച പോലെ ഞാൻ നേരത്തെ കണ്ണാടി നോക്കി എടുത്ത തീരുമാനം എന്താണെന്ന് അറിയാലോ. ഞാൻ കണ്ണാടി നോക്കി കുറച്ച് തീരുമാനം എടുത്തിരുന്നു. എന്നും ഷേവ് ചെയ്യണം, കനം കുറഞ്ഞൊരു മീശ വളർത്തണം, എപ്പോഴും മുഖത്ത് ചിരി സൂക്ഷിക്കണം എന്നൊക്കെയാണ് ഞാൻ തീരുമാനിച്ചത്. അതുപോലെ ഈ പാമ്പും കണ്ണാടിയിൽ നോക്കി എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണോ? ഒരു പൊടി മീശ വളർത്താനായിട്ട് ഈ പാമ്പ് തീരുമാനം എടുക്കുകയാണോ? അറിയില്ല.
ഓർ യൂസിങ് ഐ ഷാഡോ. കണ്ണിൽ ഐ ഷാഡോ വരയ്ക്കാനായിട്ട് എല്ലാ ദിവസവും ഇനി മുതൽ പുറത്ത് പോകുമ്പോഴത്തേക്കും കണ്ണിൽ ഐ ഷാഡോ വരയ്ക്കണം എന്ന് തീരുമാനം എടുക്കുകയാണോ ഈ പാമ്പ്? ആൻഡ് മസ്കാര, അത് മസ്കാര ഇടാനായിട്ട്, അറിയാലോ മേക്കപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, മസ്കാര ഇടാനായിട്ട് ആ പാമ്പ് തീരുമാനം എടുക്കുകയാണോ? ഓർ വിയറിങ് എ വെർമീലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്. എന്താണ് വെർമീലിയൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ചാന്ത് പൊട്ട്. നമ്മളിടുന്ന ചാന്ത് കൊണ്ടിടുന്ന പൊട്ടിനെയാണ് ചാന്ത് പൊട്ടെന്ന് പറയുന്നത്. തൻ്റെ നെറ്റിയിൽ ഇനി മുതൽ എല്ലാ ദിവസവും നെറ്റിയിൽ ചാന്ത് കൊണ്ടൊരു പൊട്ടിടണമെന്നാണോ ഈ പാമ്പ് വിചാരിക്കുന്നത്? അറിയില്ല. കണ്ണാടിയിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ മനസ്സിൽ പറയുകയാണ്, ഈ പാമ്പ് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണോ? ഒരു മീശ വളർത്താനും കണ്ണിൽ ഐ ഷാഡോയോ മസ്കാരയോ എഴുതാനും നെറ്റിയിൽ ചാന്ത് പൊട്ടിട്ട് സുന്ദരനാകാനും ഈ പാമ്പ് വിചാരിക്കുകയാണോ? അറിയില്ല. ആ പാമ്പിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ഒരു പക്ഷേ സൗന്ദര്യത്തെ പറ്റി ആയിരിക്കും ചിന്തിക്കുന്നത്. ഇനി കഴിഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു മീശയൊക്കെ വളർത്തി പോയി കഴിഞ്ഞാൽ കണ്ട മറ്റ് പെൺപാമ്പുകളെയൊക്കെ ആകർഷിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പാമ്പും കണ്ണാടിയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഒരു പക്ഷേ ആ പാമ്പും എന്നെപ്പോലെ ഒരു സൗന്ദര്യാരാധകനായിരിക്കാം. പാമ്പ് കണ്ണാടിയിൽ നോക്കി തീരുമാനങ്ങൾ എടുക്കുകയായിരിക്കാം, അറിയില്ല. I didn't know anything for certain. എന്തോ എനിക്കറിയില്ല. പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കിയിരിക്കുന്നു. എന്താണത് ചിന്തിക്കുന്നതെന്ന് തീർച്ചയായിട്ടും എനിക്കറിയില്ല. What sex was the snake? Was it male or female? ആ പാമ്പ് എന്ത് സെക്സ് ആണെന്ന് കൂടി എനിക്കറിയില്ല. മെയിലാണോ ഫീമെയിലാണോ എന്നും എനിക്കറിയില്ല. ആ പാമ്പ് ആൺപാമ്പാണോ പെൺപാമ്പാണോ ഒന്നും എനിക്ക് അറിയില്ല. I will never know. എനിക്ക് എങ്ങനെ അറിയാനാണ്? എനിക്കറിയില്ല. For the snake unwound itself from my arm and slowly slithered into my lap. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാമ്പ് പതിയെ എൻ്റെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി, എൻ്റെ കയ്യിൽ ചുറ്റിപ്പണഞ്ഞിരുന്നതൊക്കെ വിട്ട് എൻ്റെ തോളിൽ നിന്നും പതിയെ അത് സ്ലിതേർഡ് ഊർന്നിറങ്ങി എൻ്റെ മടിയിലേക്ക് കയറി. എൻ്റെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. From there it crept onto the table and moved towards the mirror. ആ എൻ്റെ മടിയിൽ നിന്ന് പാമ്പ് എന്ത് ചെയ്തു? പതിയെ ഞാൻ ഇരിക്കുന്ന കസേരയുടെ മുമ്പിൽ കിടന്ന മേശയിലേക്ക് പതിയെ ചുറ്റി കയറി ഇഴഞ്ഞ് ഞാൻ മേശപ്പുറത്ത് വച്ചിരുന്ന കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. അപ്പോൾ ആ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ടപ്പോൾ പാമ്പ് പതിയെ എൻ്റെ തോളിൽ നിന്ന് ഇഴഞ്ഞെൻ്റെ മടിയിലേക്ക് ഇറങ്ങി എൻ്റെ മടി വഴി ടേബിളിൻ്റെ കാലിലേക്ക് ചുറ്റിക്കയറി ഇഴഞ്ഞ് ടേബിളിലൂടെ ഇഴഞ്ഞു ചെന്ന് ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. Perhaps it wanted to enjoy its reflection at closer quarters. അപ്പോൾ ഡോക്ടർ പറയണം, ഒരു പക്ഷേ അവന് കണ്ണാടിയുടെ അടുത്ത് പോയിരുന്ന് മുഖം നോക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ തോളിയിരുന്ന് കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ദൂരെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ട തൻ്റെ പ്രതിബിംബം കണ്ടപ്പോഴത്തേക്കും പതിയെ ഇഴഞ്ഞ് കണ്ണാടിയുടെ അടുത്ത് പോയി. ഒരു പക്ഷേ പാമ്പിന് തൻ്റെ സൗന്ദര്യം കണ്ണാടിയുടെ അടുത്ത് പോയി നോക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം ഇഴഞ്ഞ് കണ്ണാടിയുടെ മുമ്പ് പോയി നിന്നു. I was no mere image cut in granite. പെട്ടെന്ന് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇത്രയും നേരം പ്രതിമ പോലെ അനങ്ങാതിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് അനക്കം വെച്ചു. ഞാനൊരു പ്രതിമയല്ല. ഇതാണ് നിമിഷം. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഈ നിമിഷം രക്ഷപ്പെടണം. മരണത്തിൽ നിന്ന് എന്തോ ഭാഗ്യത്തിൽ പാമ്പെൻ്റെ തോളിൽ നിന്നിറങ്ങി എൻ്റെ ജീവൻ തിരിച്ചു തന്നിട്ട് എവിടെ പോയി? ടേബിളിൽ പോയി. എനിക്ക് വേണമെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ടോളണം. ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇതാണ് നിമിഷം. I was suddenly a man of flesh and blood. ഇത്രയും നേരം പ്രതിമയായിരുന്ന ഞാൻ I was suddenly a man of flesh and blood. ചോരയും നീരുമുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ മാറി. പാമ്പിൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങി പോയപ്പോഴത്തേക്കും ചോരയും നീരുമുള്ളൊരു മനുഷ്യനായിട്ട് ആ നിമിഷം ഞാൻ മാറി. Still holding my breath, I got up from the chair. അർത്ഥം പറ, still holding my breath, I got up from the chair. ശ്വാസം അടക്കി പിടിച്ച് I got up from the chair. ഞാൻ ആ കസേരയിൽ നിന്ന് എന്ത് ചെയ്തു? എണീറ്റു. ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ആ കസേരയിൽ നിന്നും എണീറ്റു. I quietly went out through the door into the veranda. അർത്ഥം എന്താണ്? ശബ്ദമുണ്ടാക്കാതെ പതിയെ ഞാൻ നടന്ന് വരാന്തയിലേക്ക് പോയി. ശ്വാസം അടക്കി പിടിച്ച് കസേരയിൽ എണീറ്റ് ശബ്ദമുണ്ടാക്കാതെ നിശബ്ദമായി ഞാൻ പതിയെ നടന്ന് വരാന്തയിലേക്ക് പോയി. From there I leapt into the yard and ran for all I was worth. വരാന്തയിൽ എത്തിയ നിമിഷം ഞാൻ എന്ത് ചെയ്തു? I leapt into the yard. യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം. I leapt into the yard എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാന്തയിൽ നിന്ന് ഞാൻ ജീവനും കൊണ്ട് മുറ്റത്തേക്ക് ചാടി
ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. പതിയെ അനങ്ങാതെ നടന്ന് വരാന്തയിലെത്തിയ ശേഷം മുറ്റത്തേക്ക് ചാടി എൻ്റെ ഉള്ള ജീവനും കൊണ്ട് ഞാൻ പാഞ്ഞ് രക്ഷപ്പെട്ടു. അങ്ങനെ മരണത്തിൽ നിന്ന് ഡോക്ടർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഓക്കെ, ഈച്ച് ഓഫ് us heaved a sigh of relief. ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമായി. ആര്? നിങ്ങൾക്കറിയാം, ഇതൊരു കഥ പറഞ്ഞതാണല്ലേ. ഡോക്ടർ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറയുകയായിരുന്നു. നമ്മൾ കഥ തുടങ്ങിയത് എങ്ങനെയാണ്? ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഇരുന്ന് പാമ്പെന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ചതാണ്, നിങ്ങളുടെ ദേഹത്ത് ആരുടെയെങ്കിലും ദേഹത്ത് പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? അതും ഒരു മൂർഖൻ പാമ്പ്. അത് കേട്ടതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കഥ, ഒരു അനുഭവം പറയുകയായിരുന്നു ഡോക്ടർ ചെയ്തത്. അപ്പോൾ ഡോക്ടർ രക്ഷപ്പെട്ടു, ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ കഥ കേട്ട് എല്ലാവരും എന്താണ്? ആശ്വാസമായി. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ? ഈച്ച് ഓഫ് us heaved a sigh of relief. ഞങ്ങൾ എല്ലാവരും ആശ്വാസം കൊണ്ടൊന്ന് നിശ്വസിച്ചു. all of us lit beedies. ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? lit beedies. ആ ആശ്വാസം കൊണ്ടൊരു ബീഡി വലിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ബീഡി കത്തിച്ചു. somebody asked, doctor, is your wife very fat? അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഒരുത്തൻ ചോദിച്ചു ഡോക്ടറിൻ്റെ അടുത്ത്, ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? അർത്ഥം എന്താണ്? ഡോക്ടറുടെ ഭാര്യ തടിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? കാര്യം അന്ന് ഡോക്ടറിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹം? കല്യാണം കഴിക്കുന്നെങ്കിൽ കുറച്ച് വണ്ണമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട്? എന്തെങ്കിലും കാര്യം പറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിറകെ ഓടി എന്നെ പിടിക്കാൻ പറ്റരുത്. അതുകൊണ്ട് വണ്ണമുള്ള ഒരാളെ കെട്ടണമെന്നായിരുന്നു ഡോക്ടറുടെ ആഗ്രഹം പണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കൂടെ ഇരുന്ന ഒരാൾ ചോദിച്ചു, ഡോക്ടർ, എങ്ങനെയാണ് ഡോക്ടർ കല്യാണം കഴിച്ചത്? വണ്ണമുള്ളൊരു സ്ത്രീയാണോ? ഡോക്ടറിൻ്റെ ഭാര്യ വണ്ണമുള്ള സ്ത്രീയാണോ എന്ന് ചോദിച്ചു. No, the doctor said, അല്ല. ഡോക്ടർ പറഞ്ഞു, God willed otherwise. ദൈവം മറ്റൊരു തരത്തിലാണ് തീരുമാനിച്ചത്. എനിക്ക് വണ്ണമുള്ളൊരു സ്ത്രീയെ കെട്ടണമെന്നായിരുന്നു, പക്ഷേ ഞാൻ കല്യാണം കഴിച്ചത് വണ്ണമുള്ളൊരു സ്ത്രീയല്ല. ദൈവം മറ്റൊരു തരത്തിലാണ് ചിന്തിച്ചത്. My life companion is a thin reedy person with the gift of a sprinter. ഞാൻ കല്യാണം കഴിച്ചത് എലുമ്പിച്ച് കോല് പോലത്തെ ഒരു പെൺകുട്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻറ്റർ. അവളാണെങ്കിൽ നല്ല അസൽ സ്പ്രിൻറ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടക്കാരി. ഞാൻ അവളെ പറ്റിച്ചിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 2 അടി വയ്ക്കുമ്പോൾ അവൾ 10 അടി വെച്ച് കറങ്ങി എൻ്റെ മുമ്പിൽ വന്നിരിക്കും. അത്രയും ഗംഭീര ഓട്ടക്കാരിയാണ് എൻ്റെ ഭാര്യ. നല്ല എലുമ്പിച്ച, നല്ല ഓടാൻ കഴിവുള്ള, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്പോർട്സിനൊക്കെ ഫസ്റ്റ് പ്രൈസ് മേടിച്ചൊരു സ്ത്രീയാണ് എൻ്റെ ഭാര്യ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം പോലെയല്ല നടന്നത്, ദൈവം മറ്റൊരു തരത്തിലാണ് ചിന്തിച്ചതെന്ന് ചിരിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. Someone else asked, doctor, when you ran, did the snake follow you? അപ്പോൾ മറ്റൊരുത്തൻ അവിടെ ഇരുന്ന മറ്റൊരാൾ എന്നോട് ചോദിച്ചു, അവിടെ കൂട്ടത്തിലിരുന്ന മറ്റൊരു വിരുദ്ധൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടർ, വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? അർത്ഥം എന്താണ്? വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? അർത്ഥം എന്താണ്? ഡോക്ടർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ പാമ്പ് ഡോക്ടറുടെ പുറകെ വന്നോ എന്ന് ഒരുത്തൻ ചോദിച്ചു. The doctor replied, ഡോക്ടർ മറുപടി പറഞ്ഞു, I ran and ran till I reached a friend's house. ഞാൻ ഓടി എവിടെ പോയി? till I reached a friend's house. എൻ്റെ കൂട്ടുകാരൻ്റെ വീടെത്തുന്നവരേക്കും ഞാൻ ഓടി. ഞാൻ അവിടെ നിന്ന് നേരെ ഓടിപ്പോയത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കായിരുന്നു. Immediately I smeared oil all over myself and took a bath. അവിടെ എത്തിയ ഉടനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാരുടെ എണ്ണ വാങ്ങിച്ച് സ്മിയർഡ് ഓൾ ഓവർ മൈ ബോഡി. സ്മിയർ ചെയ്യാൻ സ്പ്രെഡ് ചെയ്യുക. എൻ്റെ ദേഹം മുഴുവൻ എണ്ണ തേച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കുളി അങ്ങ് കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. കുളിച്ചതിന് ശേഷം എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാരൻ്റെ പുതിയ തുണികൾ, ഉടുപ്പും ധോത്തിയൊക്കെ വാങ്ങി ഞാൻ ഡ്രസ്സ് എന്ത് ചെയ്തു? പുതിയ ഡ്രസ്സ് എടുത്തു. അപ്പം ഞാൻ നല്ല കുളിച്ച് വൃത്തിയായതിനു ശേഷം കൂട്ടുകാരൻ്റെ ഉടുപ്പുകളൊക്കെ വാങ്ങിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എന്ത് ചെയ്തു? മാറി. The next morning at about 8:30, I took my friend and 1 or 2 others to my room to move my things from there. അടുത്ത ദിവസം ഒരു രാവിലെ 8:30 ആയപ്പോൾ എൻ്റെ കൂട്ടുകാരനെയും 2-3 മറ്റ് സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് പോയത്? ഇനി ആ വീട്ടിൽ താമസിക്കാൻ എനിക്ക് വയ്യ. അവിടെ നിന്ന് എൻ്റെ സാധനമൊക്കെ പറക്കിയെടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും വീട് മാറാൻ വേണ്ടി ഒരു ധൈര്യത്തിന് എൻ്റെ കൂട്ടുകാരനെയും മറ്റു കുറച്ച് സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് എൻ്റെ പഴയ വാടക വീട്ടിലേക്ക്, പാമ്പിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട ആ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് പോയി. അടുത്ത ദിവസം രാവിലെ ഒരു 8:30 ആയപ്പോൾ. But we found we had little to carry. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. ആ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് പറക്കിയെടുക്കാനും എനിക്ക് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകാനും ഒന്നുമില്ലായിരുന്നു. മുറി എല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്.
ഇന്നലെ ഞാൻ ഇറങ്ങി ഓടിയപ്പോൾ കതവ് കൂട്ടിയിട്ടാണ് പോയത്. അല്ല, പാമ്പിൽ നിന്ന് ജീവനും കൊണ്ടിറങ്ങി ഓടി, കതവ് തുറന്നു കിടക്കുകയായിരുന്നു. ഏതോ കള്ളന്മാർ വന്ന് എൻ്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ അടിച്ചുകൊണ്ട് പോയി. ഞാൻ അടുത്ത ദിവസം രാവിലെ പഴയ വീട്ടിൽ വന്ന് തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഒന്നുമില്ല മുറിയിൽ. ഏതോ കള്ളന്മാർ വന്ന് എല്ലാം അടിച്ചുകൊണ്ട് പോയി. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. അർത്ഥം എന്താണ്? ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം അങ്ങ് എല്ലാം പറക്കി മോട്ടിച്ചുകൊണ്ട് പോയി വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. ഒരു സാധനം മുറിക്കകത്ത് ഇല്ല, എല്ലാം ഒട്ടിച്ചുകൊണ്ട് പോയി. But not really. The thief had left behind one thing as a final insult. പക്ഷേ എല്ലാം കൊണ്ടുപോയെന്ന് പറയാൻ പറ്റില്ല. എന്നെ നാണം കെടുത്താൻ, എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ അവസാനം ആ കള്ളന്മാർ ഒരു സാധനം ബാക്കിയിട്ടിരുന്നു. എൻ്റെ കൂട്ടുകാരന്മാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഒരു സാധനം മാത്രം അവന്മാരവിടെ ബാക്കിയിട്ടിരുന്നു. എന്തായിരിക്കും അത്? വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു, എന്താണത് ഡോക്ടർ? എന്താണ് അവർ കള്ളന്മാർ ബാക്കിയിട്ടിരുന്നത്? The doctor said, "My vest, the dirty one. The fellow had such a sense of cleanliness." പറയാണ്, എന്താണ് ബാക്കിയിട്ടിരുന്നത്? എൻ്റെ വൃത്തിയില്ലാത്ത ആ ബനിയൻ, വെള്ളം അല്ലാതെ ഇട്ടിട്ട് മുഷിഞ്ഞ് മഞ്ഞ നിറമായ ബനിയൻ മാത്രം അവന്മാർ എന്ത് ചെയ്തില്ല? ഇന്നർ ബനിയൻ മാത്രം അവന്മാർ എന്ത് ചെയ്തില്ല? കൊണ്ടുപോയില്ല. ആ വെസ്റ്റ് മാത്രം, വെസ്റ്റ് എന്ന് പറയുന്നത് ഇന്നർ ബനിയൻ, ആ വെസ്റ്റ് മാത്രം അവന്മാർ എന്ത് ചെയ്തു? ആ മുഷിഞ്ഞ ആ വെസ്റ്റ് മാത്രം അവന്മാർ അവിടെ തൂക്കിയിട്ടുണ്ട്. അത് മാത്രം അവന്മാർ കൊണ്ട്. അതാണ് ഡോക്ടർ പറയുന്ന The fellow had such a sense of cleanliness. കള്ളന്മാരാണെങ്കിൽ അവന്മാർക്ക് വൃത്തിയുണ്ട്. അവർ വൃത്തിയുള്ള സാധനം മാത്രമേ കൊണ്ടുപോയുള്ളൂ. എൻ്റെ വൃത്തിയില്ലാത്ത പനി അവന്മാർ കൈകൊണ്ട് തൊട്ടില്ല. അത് അവിടെ തന്നെ തൂങ്ങി കിടപ്പുണ്ട്. അത് കണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ നാണം കെടുകയും ചെയ്തു. The rascal could have taken it and used it after washing it with soap and water. The rascal, ആ റാസ്കലുകൾക്ക് അത് കൊണ്ടുപോയിക്കൂടായിരുന്നു. ഡോക്ടർ പറയുകയാണ്, ആ തെണ്ടികൾക്ക് ആ ബനിയനും കൂടി എടുത്തുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചുകൂടായിരുന്നു. എന്നെ നാണം കെടുത്താൻ വേണ്ടി അവന്മാർ ആ ബനിയൻ അവിടെ ഇട്ടിരുന്നു. അതും കൂടെ കൊണ്ടുപോയി നനച്ചെടുത്തുകൂടായിരുന്നു അവന്മാർക്ക്. എന്തൊക്കെയായിരുന്നാലും കള്ളന്മാരാണെങ്കിലും അവന്മാർക്ക് വൃത്തിയുണ്ട്. വേറൊരാൾ ചോദിച്ചു ഡോക്ടറിൻ്റെ അടുത്ത്, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? ഡോക്ടർ, അടുത്ത ദിവസം നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ ആ പാമ്പിനെ കണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു. അടുത്ത ദിവസം നിങ്ങൾ വീട്ടിൽ പോയപ്പോൾ ആ പാമ്പ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ദി ഡോക്ടർ ലാഫ്. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. പിന്നെ ആ പാമ്പിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ പോയപ്പോഴത്തേക്ക് ആ പാമ്പിനെ അവിടെ കണ്ടില്ല. അപ്പോഴെന്നല്ല, പിന്നെ ഒരിക്കലും ആ പാമ്പിനെ ഞാൻ കണ്ടില്ല. സ്വന്തം സൗന്ദര്യത്തിൽ മുഴുകിപ്പോയ ഒരു പാമ്പായിരുന്നു അത്. ഇത്രയേ ഉള്ളൂ കഥ. അപ്പോൾ ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദി മിറർ. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി ആൻഡ് ഐ ഹോപ്പ് യു ആർ ഓൾ എൻജോയ്ഡ് ദ സ്റ്റോറി. ഇതൊരു കാര്യമുള്ളത്, നിങ്ങൾ ഈ കഥ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഈ കഥയെപ്പറ്റിയും ഇതിൻ്റെ അകത്ത് മറ്റ് കാര്യങ്ങളെപ്പറ്റിയും ഇതിൻ്റെ ചോദ്യ ഉത്തരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ്. നിങ്ങൾ ചെയ്യേണ്ടത്, കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്, ഒരു തവണയോ 2 തവണയോ യു ഷുഡ് റീഡ് അറ്റ്ലീസ്റ്റ് 3 times. നിങ്ങൾ 3 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ കഥ ഒന്ന് വായിക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ അവർ വാട്സാപ്പ് ഗ്രൂപ്പ്. നമുക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. ഐ ഹോപ്പ് യു ആർ ഓൾ അണ്ടർസ്റ്റുഡ്. Please read this story at least 3 times and make sure you got this story. Thank you very much. Bye bye.